ഹായ് ഗെയ്സ്, SPC ട്രാവൽ വൈബിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ നമ്മൾ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും ബെസ്റ്റ് കുറച്ച് സ്പോട്ടുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ SPC ട്രാവൽ വൈബ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ ആമസോൺ വ്യൂ പോയിൻ്റ് ആണ്. ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് നമ്മൾ ആമസോൺ വ്യൂ പോയിൻ്റ്. ഒരുപാട് കയറി പോകാനുണ്ടെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മുതലാകുന്ന ഒരു സ്പോട്ടാണ് ആമസോൺ വ്യൂ പോയിൻ്റ്. നമുക്കവിടെ ടെൻ്റ് അടിക്കാനൊക്കെ പറ്റിയ ഒരു ഏരിയ അവിടെ ഉണ്ട്. കാരണം അത്യാവശ്യം ചാലിയാറിൻ്റെ ആ ഒരു മെയിൻ വ്യൂ തന്നെ അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അത്രക്കും അടിപൊളിയാണ്. സുബൈക്കൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല കോടുള്ളൊരു സ്പോട്ടാണ് ആമസോൺ വ്യൂ പോയിൻ്റ്. അടുത്തത് മിനിയൂട്ടിയാണ്. മിനിയൂട്ടിയിൽ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജുള്ളത് മിനിയൂട്ടിയാണ്. അതുപോലെ തന്നെ നല്ല ഒരു കാഴ്ചയാണ്. അത്യാവശ്യം നല്ല കാണാൻ പറ്റിയൊരു സ്പോട്ടാണ് മിനിയൂട്ടി. കുട്ടികൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഗാർഡനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാണാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് മിനിയൂട്ടി. അടുത്തത് കുരിശുപാറയാണ്. രാവിലത്തെ ആ സൂര്യ ഉദിക്കുന്ന കാഴ്ച കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയിരിക്കേണ്ട സ്പോട്ട് തന്നെയാണ് കുരിശുപാറ. അതുപോലെ തന്നെ അവിടെ ടെൻ്റ് അടിക്കാനും പറ്റും. ഒരു പാറ കയറിയിട്ട് വേണം അവിടെ എത്താൻ. പക്ഷേ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ്. ആ സൂര്യ ഉദിക്കുന്നത് കാണാൻ ഒരു രസം തന്നെയാണ്. വേറൊരു ഫീല് തന്നെയാണ്. ഈ സുബൈക്ക് സൂര്യൻ ഉദിക്കുന്നത് കാണാൻ ഒരു അടിപൊളി തന്നെയാണ്. അടുത്തത് തേക്ക് മ്യൂസിയമാണ്. തേക്ക് മ്യൂസിയം ഒരുപാട് ഗാർഡനുള്ള ഒരു സ്പോട്ടാണ്. ഒരുപാട് ചെടികളും കാര്യങ്ങളും ഒരുപാട് നടന്ന് കാണാൻ പറ്റിയ സ്പോട്ടാണ് തേക്ക് മ്യൂസിയം. അത്യാവശ്യം മുതലാകുന്നൊരു സ്പോട്ട് തന്നെയാണ് തേക്ക് മ്യൂസിയം. അടുത്തത് TK കോളനിയാണ്. TK കോളനി പോയി കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ. കാഴ്ച പറഞ്ഞാൽ അടിപൊളിയാണ്. അതുപോലെ തന്നെ നമുക്ക് കുളിക്കാനൊക്കെ പറ്റിയ നല്ല തണുപ്പുള്ള ഒരു ഏരിയ തന്നെയാണ്. ഈ വെള്ളമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ്. മഴക്കാലത്തൊക്കെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അടിപൊളിയാക്കാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് TK കോളനി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.